നമസ്കാരം. തിരുവനന്തപുരത്തെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ട്രെയിനിലാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. പാവങ്ങളുടെ രഥം എന്നറിയപ്പെടുന്ന ഗരീബ് രഥ് എക്സ്പ്രസ്സിന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 9:10 ലോകമാന്യത്തിലെ ഗരീബ് രഥ് എക്സ്പ്രസ്സിനാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. സമയം ഇപ്പോൾ 7:15. നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. അതെ, ഇത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇന്നൊരു വ്യാഴാഴ്ച ആയതിനാലുണ്ടല്ലോ, ഇത് കോട്ടയം വഴി പോകുന്ന വന്ദേ ഭാരതാണ്. ഇതിന് ഇന്ന് സർവീസ് ഇല്ല. ഇതിന്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ ഇവിടെ നിന്നാണ് നടത്തുക. അതുപോലെ തന്നെ കൊച്ചുവേളി എന്നുള്ള ഒരു നെയിം ബോർഡ് ഇതാ ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ 6-ന്റെ ഭാഗത്തേക്ക് പോവാം അല്ലേ? നമ്മുടെ വണ്ടി മിക്കവാറും പുറപ്പെടുക. അതെ, അതിന് പുറമെ തന്നെ ഇതിന്റെ പുറത്ത് ഐ ലവ് കൊച്ചുവേളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഈ പുറത്ത്. നേരെ അതൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതാ ഒരു ഫ്ലൈറ്റ് പോകുന്നതാ. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ എയർപോർട്ട്. ഐ ലവ് കൊച്ചുവേളി. ഈ ഒരു 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഇവിടെയുള്ള ഒരു പുറത്തേക്കുള്ള വഴി ഇങ്ങനെയാണ്. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തേക്ക് പോവാം. ഇവിടെ തന്നെ എത്ര വണ്ടികളാണ് നിർത്തിയിട്ടുള്ളത് കണ്ടാ. ഇവിടെ ഒരു വണ്ടിയുണ്ട്. അതേതെന്നറിയാം, കൊച്ചുവേളി യോഗ് നഗരി ഋഷികേശ് എക്സ്പ്രസ് ആണ്. അതിൻ്റെ അപ്പുറത്തിൽ ഏതെല്ലോ വണ്ടി ഉണ്ട്. ഇത് ഒരു വണ്ടി അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോവാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഒരു ഭാഗത്തെത്തിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. കാരണം കൂടുതൽ വണ്ടിയൊക്കെ പുറപ്പെടുന്നത് 6, 5 ആ ഒരു പ്ലാറ്റ്ഫോം എന്നൊക്കെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ഒരു ഭാഗം കൊച്ചുവേളീൻ്റെ ഇതാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ ട്രെയിനിൻ്റെ ഒരു ഭാഗത്തോട്ട് പോവാം. കാരണം സമയം ഇപ്പോൾ ഇത്ര ആയല്ലോ. കാരണം പിന്നെ ട്രെയിൻ വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഉച്ചയ്ക്ക് നമുക്ക് ട്രെയിൻ വാങ്ങാം. രാവിലെ ഇവിടുന്ന് പറഞ്ഞത് ഇടിയപ്പവും കടലക്കറിയാണ്. അപ്പോൾ 3 ഇടിയപ്പം ഉണ്ട് കേട്ടോ ഒരു സെറ്റിൽ. പിന്നെ ഒരു ചട്നിയും ഉണ്ട്. കറിയൊക്കെ അത്യാവശ്യം നല്ല തന്നെയാണ്. ഇതാണ് ആ ഒരു ഫുഡ് കോർട്ട്. 2 പേർക്കും കഴിച്ചതിന് 90 രൂപ ആയതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ പെയ്ഡ് AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. 1 മണിക്കൂറിന് 30 രൂപ. അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് ഭാവ്നഗർ കൊച്ചുവേളി എക്സ്പ്രസ് ആണ് 6. അപ്പോൾ നമ്മുടെ വണ്ടി 5 പുറപ്പെടുക. ഇപ്പോൾ സമയം കറക്റ്റ് 7:40. നേരെ 5-ലോട്ട് പോവാം. AC വെയിറ്റിംഗ് ഹാളൊക്കെ അടിപൊളി തന്നെ കേട്ടോ. ഇതുവഴി തന്നെ പോവാം. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഇവിടെ ഇതാ നമുക്ക് പോകാനുള്ള ഗരീബ് രഥ് എക്സ്പ്രസ്. ഈ ട്രെയിന് ഘടിപ്പിക്കാനുള്ള ലോക്കോമോട്ടീവാണിത്. WAG 9 WG9. ഇതിപ്പോഴൊന്നും ഘടിപ്പിക്കില്ല, കാരണം ടൈം ഇത്ര ആയതല്ലേ ഉള്ളൂ. ഇനി ഒരു ട്രെയിനിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഇവിടെയാണ് നെയിം ബോർഡ് വരുന്നത്. ഇവിടെ ഇതാ കൊച്ചുവേളി ലോകമാന്യ തിലക് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ട്രെയിൻ നമ്പർ വരുന്നത് 122-02. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 122-01. കൊച്ചുവേളീൻ്റെ ഇവിടെ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രവും ലോകമാന്യ തിലകിൻ്റെ ഇവിടെ ഉള്ളത് അവിടുത്തെ ആ ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനുമാണ്. മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട് ഇവിടെ എഴുതിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ ഇതിന് 2 ചെയർകാറുകളുണ്ട്. 3rd AC വരുവാണെങ്കിൽ 11 എണ്ണം. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. സാധാരണ ട്രെയിനുകളിലത്തെ 3rd ACകളിൽ B1, B2, B3 എന്നൊക്കെയാണ് വരിക. പക്ഷേ ഗരീബ് രഥ് എക്സ്പ്രസ്സിന് G തുടങ്ങുക. G1, G2, G3, G4 അങ്ങനെയാണ് വരിക. അത് ഗരീബ് രഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കളറാണ് ഇതിൻ്റെ ഇത് പച്ച. ഏതൊരു വണ്ടീൻ്റെ അനൗൺസ്മെൻറ്റ്. കൊല്ലം തിരുവനന്തപുരം. ഈ ഒരു പച്ചയും ഈ ഒരു കളറുമാണ് കേട്ടോ. നല്ല രസമില്ലേ? പക്ഷേ ഇതൊക്കെ ഇനിയിപ്പം ഭാവിയിൽ ഉണ്ടാവും തോന്നില്ല. കാരണം ഇതൊക്കെ കാലപ്പഴക്കം വന്നതിന് ശേഷം LHBയിലേക്ക് മാറാനുള്ള ചാൻസ് വളരെയധികമാണ്. ഓരോ കോച്ചിൻ്റെ വർഷം കാണിച്ചു തരാം. ഈ ഒരു G3ൻ്റെ വർഷം എന്ന് പറഞ്ഞത് 2007 നിർമ്മിച്ച കോച്ചാണിത്. ഇത്രയും പഴക്കമുണ്ട് ഈ ഒരു കോച്ചുകൾക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർകാറിലേക്ക് വരുവാണെങ്കിൽ നോർമലി ചെയർകാറിലുള്ള വണ്ടിയിലെല്ലാം C1, C2, C3 അങ്ങനെയല്ലേ ഉണ്ടാവുക. ഗരീബ് രഥിന് വരുമ്പോൾ അത് J ആണ്. J1. ഇവിടെ ഉള്ളത് J1 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പുറകിലില്ലേ അവിടെ J2. അങ്ങനെയാണ്. ഇപ്പം അരമണിക്കൂറായി ഇവിടെ വെയിറ്റിംഗ്. ഇതുവരെയും തുറന്നിട്ടില്ല. എത്ര മണിക്ക് തുറക്കും നമുക്ക് നോക്കാം. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 122-02 കൊച്ചുവേളി ലോകമാന്യ തിലക് ഗരീബ് രഥ് എക്സ്പ്രസ് 5-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 9:10 പുറപ്പെടും. യാത്രിयों कृपया ध्यान दीजिए. गाड़ी नंबर 1-2-02 കൊച്ചുവേളി ലോകമാന്യ തിലക് ഗരീബ് രഥ് എക്സ്പ്രസ് प्लेटफॉर्म नंबर 5 से 9:10 पर रवाना होगी।
Your attention please. Train number 12202 Kochuveli Lokmanya Tilak Garib Rath Express. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച് G6 ആണ്. ഇവിടെ മലയാളത്തിലുള്ളത്, കൊച്ചുവേളി ലോകമാന്യ തിലകെന്ന്. അപ്പോൾ ഇതൊക്കെ ഓണായി, ഡോറൊക്കെ തുറന്നു. ഇത് 2007 നിർമ്മിച്ച കോച്ചാണ്. കണ്ട, ഒരുപാട് പഴക്കമുള്ള ഒരു കോച്ചാണിത്. ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ വാഷ് ഏരിയക്ക് ഇങ്ങനെയാണ്. ഇവിടെ ഹാൻഡ് വാഷൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇത് നമ്മളെ നോർമൽ 3rd AC തന്നെയാണ്. പിന്നെ ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ ബെർത്ത് ഉള്ളത് 46, 43. ഈ 2 അപ്പർ ബെർത്താണ് നമ്മുടേത്. എന്താ പറയുക, ഒരു പഴഞ്ച കോച്ചല്ലേ. സംഭവം കണ്ടതല്ലേ, എല്ലാം മൊത്തത്തിലൊരു ഭയങ്കര പഴക്കം തോന്നിക്കുന്നുണ്ട് ഈ കോച്ച് കയറുമ്പോ തന്നെ. നമ്മള് പണ്ട് ചെറുപ്പം മുതലേ കാണുന്നുണ്ട് ഗരീബ്. ആ സമയം മുതലേ ഇല്ല ഒരു ഇതെന്നാ തോന്നല്ല, വലിയ ചേഞ്ചും വന്നിട്ടില്ല. ഒരു ചേഞ്ചും വന്നിട്ടില്ല എല്ലാം. പക്ഷെ വണ്ടിയൊക്കെ നീറ്റ് വണ്ടിയാണ്. അതിന്റെ കാര്യത്തിൽ പിന്നെ സാധാരണ റെയിൽവേ ഞാൻ പറയണ്ടല്ലോ, പക്കയാണ് ക്ലീനിങ് ഒക്കെ. ഈ ഒരു ഡോറ് കയറി വരുന്ന ഇവിടെ തന്നെ, ഇവിടെ കണ്ട ഒരു കൂപ്പേന്റെ മോഡല്. ഇവിടെ ഒരു അപ്പർ ബർത്ത്, ഇവിടെ ഒരു മിഡില്, ഇവിടെ ഒരു ലോവർ. വേറെ ഒന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നത് അറ്റൻഡേഴ്സിൻ്റെ ആവാനായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ ഇവിടെയൊക്കെ വരുവാണ്. പിന്നെ ചില ഗരീബ് രഥ് എക്സ്പ്രസ്സിന് സൈഡ് മിഡിലുണ്ട്, സൈഡ് മിഡിൽ ബർത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനതില്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഈ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇവിടെ AC-ൻ്റെ ഈ ഒരു വെൻറ്റിങ് ഏരിയ, മെയിൻ AC വെൻറ്റ് ഇതാണ്. പിന്നെ സൈഡിൻ്റെ അപ്പറിൻ്റെ ഇവിടത്തേക്ക് വന്നെങ്കിൽ അവിടെ നിന്ന് ചാർജിങ് സോക്കറ്റ് ഒന്നുമില്ല. താഴെ ഇവിടെയാണ് ചാർജിങ് സോക്കറ്റ് ഉള്ളത്. ടേബിൾ, ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടേബിളൊക്കെ ഉണ്ട്. അത് ഇവിടെ ആയാലും ഉണ്ട്, അവിടെയുണ്ട്. കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട പില്ലോയാണ്. എന്നാൽ പിന്നെ ഇപ്പോഴൊന്നും പ്രൊവൈഡ് ചെയ്യില്ലല്ലോ, കുറെ ടൈം ആവുമല്ലോ അല്ലേ. അതുപോലെ ടേബിളിന്റെ കാര്യം പറഞ്ഞു, ടേബിളൊക്കെ പഴയ മോഡലിൽ ഒട്ടുമിക്ക ട്രെയിനുകൾക്കും ടേബിൾ ഉണ്ട്. അതെ അതെ. നമ്മുടെ ഈ പറഞ്ഞ സൈഡ്, ഈ ഒരു ഭാഗത്തുണ്ട്, സൈഡ് മിഡിലും ഈ പറഞ്ഞ ഗരീബ് രഥിനുണ്ട്. ഈ വണ്ടിക്കില്ല. അത് തന്നെ എനിക്കൊന്ന് കൊച്ചുവേളി നമ്മുടെ യശ്വന്തൂര് ഗരീബ് രഥിനാന്ന് തോന്നുന്നത് അത് ഉള്ളത്. ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 1.5 മാസം മുന്നെയാണ്. കാരണം ഈ ട്രെയിനിൽ പൈസ കുറവായതുകൊണ്ട് തന്നെ നേരത്തെ ബുക്ക് ചെയ്ത് വരും. ഒരു ഹൈ ഡിമാൻഡ് ട്രെയിനാണ്. ഞങ്ങൾ ഈ ട്രെയിൻ ഇന്ന് ലോകമാന്യ തിലക് വരെ പോകുന്നില്ല, കണ്ണൂർ വരെയാണ് പോകുന്നത്. കണ്ണൂർ വരെ നമുക്ക് കൊച്ചുവേളിയിൽ നിന്ന് വന്ന ഒരാൾക്ക് വന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. അതുപോലെ ഇതിന്റെ ചെയർകാറുണ്ട്. ചെയർകാറിന് എത്ര രൂപ? ചെയർകാറിന് 500 രൂപയാണ്. അത് 100 രൂപക്ക് മാത്രമേ അതിന്റെ എന്താ പറയുക ഒരു ഡിഫറൻറ്റ് ഉള്ളൂ. നമുക്ക് ആ ചെയർകാർ കൂടെ ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. അതിന്റെ കാര്യം പറയുമ്പോണ്ടല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ചെയർകാറിൽ ഇരുന്നിട്ട് പോകാനേ പറ്റുള്ളൂ. ഇതിൽ വേണം നമുക്ക് കിടന്നിട്ട് പോവാം. ഈ ഇരുന്നിട്ടും കിടന്നിട്ട് പോകുന്നതിനും തമ്മിൽ 100 രൂപേന്റെ വ്യത്യാസമാണ് വരുന്നത്. ഇതിന്റെ J1 ചെയർകാറിലേക്ക് നമുക്കൊന്ന് കയറാം. ഇതിന്റെ ചെയർകാറിന്റെ സീറ്റിംഗ് ലേഔട്ട് വരുന്നത് 3x3 ആണ്. ഇതാണ് ഇതിന്റെ ചെയർകാർ. ഇതിന് കണ്ണൂരേക്ക് വരുന്നത് 500 രൂപയാണ്. മറ്റേതിൽ നമുക്ക് കിടന്നിട്ട് പോകാം, അതിന് 600 രൂപ, 100 രൂപേൻ്റെ വ്യത്യാസമാണ്. നിങ്ങളോട് ഇതെടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല, അതെടുക്കുന്നതാണ് നല്ലത്. ചാർജിങ് സോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യത്തിന് നമുക്ക് ഇത് പുഷ് പാക്കിങ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പൊളിയായേനെ. പക്ഷേ ഇത് പുഷ് പാക്കിങ് ഓപ്ഷൻ ഇല്ല, ഈ ഒരു രീതിയിലാണ്. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഇതിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഫുഡ് റെസ്റ്റ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ഒരു ടേബിളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആ ഒരു 3rd AC തന്നെയാണ്. ഈ ഒരു ചെയർകാർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടന്നിട്ട് തന്നെ പോകാമല്ലോ. അപ്പം അതെടുക്കുന്ന തന്നെയല്ലേ ലാഭം. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ 9:10 എടുക്കേണ്ട ട്രെയിൻ 5 മിനിറ്റ് ഡിലേ ആയിട്ടാണ് എടുത്തത്. ഇതോ അങ്ങ് അതിലൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇത് ഹുബ്ബള്ളി കൊച്ചുവേളി എക്സ്പ്രസ് ആണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനോട് വിടാം. ഈ ഒരു ഇതിലാണ് വന്ദേ ഭാരത് വന്നിട്ട് അതിൻ്റെ പണിയൊക്കെ നടക്കുക. അതിപ്പോൾ ആ ഒരു ഒന്നിൽ തന്നെ ഉണ്ടത്രേ, അവിടെ ഉണ്ടത്.
ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ്. ഇതിന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് തിരുച്ചിറപ്പള്ളി ഇന്റർസിറ്റി ആയിട്ട് പോകും. ഇനി ഈ ഒരു ഗരീബ് രഥ് എക്സ്പ്രസിനെ പറ്റിയിട്ട് പറയാം. സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ എയർ കണ്ടീഷൻ ആയിട്ടുള്ള കോച്ചുകളിൽ യാത്ര ചെയ്യാം എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ റെയിൽവേ ഗരീബ് രഥ് എക്സ്പ്രസിനെ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഗരീബ് രഥ് എന്ന ഒരു പേര് തന്നെ നമുക്ക് അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കണം. ഗരീബ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി വാക്കാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യം അങ്ങനെ പറഞ്ഞു. അതെ, ഈ പറഞ്ഞ ആദ്യത്തെ ഗരീബ് രഥ് ഓടിത്തുടങ്ങിയത് 2006 ഒക്ടോബർ 5-നാണ്. ബീഹാറിലെ സഹർസയിൽ നിന്ന് പഞ്ചാബിലെ അമൃത്സറിലേക്ക്. അപ്പം അത് ഓടിത്തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് കുടിയേറുന്നത് ഉപരിജീവനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പറഞ്ഞ ഒരുപാട് ദരിദ്രമായ ആളുകൾക്ക് വേണ്ടി AC-യിൽ യാത്ര ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അന്നത്തെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തെ റെയിൽവേ മന്ത്രിയായ ലാലു പ്രസാദ് യാദവാണ് ഈ പറഞ്ഞ ഗരീബ് രഥ് എന്ന് പറഞ്ഞ ട്രെയിൻ അവതരിപ്പിച്ചത്. ട്രെയിൻ ഇപ്പോൾ വർക്കല ശിവഗിരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന വണ്ടിയില്ലേ, അത് കൊച്ചുവേളിയിൽ നിന്ന് SMVT ബംഗളൂരിലോട്ട് പോകുന്ന ഹംസഫർ എക്സ്പ്രസ് ആണ്. അതൊക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. ട്രെയിൻ ഇപ്പോൾ കൊല്ലത്തെത്തി. ശ്രീ നാരായണ കോളേജ് കൊല്ലം. സമയം ഇപ്പോൾ 10:27. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത്. ഞങ്ങൾ ട്രെയിൻ തന്നെ 2 ഉള്ളിവടയും 2 സമോസയും വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്നറിയേ? 15 എല്ലാം കൂടി 60 രൂപയായി. 4 ഐറ്റം വാങ്ങിയല്ല. ട്രെയിൻ ഇപ്പോൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഈ ഒരു വിൻഡോൻ്റെ പ്രശ്നം എന്താ പറയുക, ഒന്നും ക്ലിയർ ആവുന്നില്ല, തഴുക്ക് പിടിച്ച് കിടക്കുക. പിന്നെ ഉച്ചക്ക് ഇതിൽ ഓൺ ബോർഡ് കാറ്ററിംഗ് സർവീസ് ഉണ്ട്. ഇതിൽ പാൻട്രി കാറൊന്നുമില്ല, പക്ഷേ ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ട്. ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്ക് ഊണാ പറഞ്ഞിട്ടുള്ളത്. അതൊരു 1 മണിയൊക്കെ ആകുമ്പോൾ വരും. സമയം ഇപ്പോൾ 11:05. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വന്നത്. കായംകുളത്ത് നമ്മുടെ ട്രെയിന് 3 മിനിറ്റ് ഉണ്ട് ഹോൾട്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രെയിനൊക്കെ കണ്ടതാ, അടിപൊളിയല്ലേ, കരയൊക്കെ കയറാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗരീബ് രഥ് എക്സ്പ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചുവേളിക്കും ലോകമാന്യ തിലകിനും ഇടയിൽ ഈ ട്രെയിന് 22 സ്റ്റോപ്പുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൊച്ചുവേളിക്കും മംഗലാപുരം ജംഗ്ഷനും ഇടയിൽ 13 സ്റ്റോപ്പുകളാണ് നമ്മുടെ ഗരീബ് രഥിന് ഉള്ളത്. അതുപോലെ തന്നെ ഈ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി, ഇവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ട്. കോട്ടയത്തുനിന്ന് വരെ നമ്മുടെ വണ്ടി പോകുന്നത് കോട്ടയം വഴിയാണ്. അതെ. സമയം 11:26. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇവിടെ ഒരു ബോർഡുണ്ട്, പരുമല തീർത്ഥാടകർ ഇവിടെ ഇറങ്ങുക. 10 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ ശബരിമലക്ക് പോകുന്നവർക്കും ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയാൽ തന്നെ പുറത്ത് ഇഷ്ടം പോലെ ബസ് ഉണ്ടാവും. ശബരിമല സീസണിൽ ആൾക്കാരൊക്കെ അവിടെ കയറുന്നതാ. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്.
ചെങ്ങന്നൂരിൽ നിന്നും 9 കിലോമീറ്റർ യാത്ര ചെയ്ത് പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അടുത്തടുത്താണ് 2 സ്റ്റോപ്പുകൾ. ചങ്ങനാശ്ശേരി നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഈ ഒരു ട്രെയിനിലത്തെ പാൻട്രി, അതായത് ഓൺ ബോർഡ് പാൻട്രി സ്റ്റാഫുകളായാലും അതുപോലെ തന്നെ ഇതിലത്തെ അറ്റൻഡേഴ്സ് ആയാലും എല്ലാം മലയാളീസാണ്. സദേൺ റെയിൽവേയിൽ ട്രിവാൻഡ്രം ഡിവിഷന് കീഴിലുള്ള വണ്ടിയാണിത്. സമയം ഇപ്പോൾ 12:12 കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. കോട്ടയത്ത് നമ്മുടെ ട്രെയിൻ 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം, ഇത് 1A പ്ലാറ്റ്ഫോം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മളൊരു യാത്ര ചെയ്യുന്ന ഗരീബ് രഥ് എക്സ്പ്രസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. കൊച്ചുവേളി ലോകമാനത്തിലേക്ക് ഗരീബ് രഥ് ആദ്യമായി ഓടിത്തുടങ്ങിയത് 2008 ജനുവരി 31-നാണ്. 1500ഓളം കിലോമീറ്റർ ഈ പറയുന്ന ട്രെയിൻ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് പറയുകയാണെങ്കിൽ കൊച്ചുവേളിയിൽ നിന്ന് ലോകമാനത്തിലേക്ക് വരെ തേർഡ് എസിക്ക് 1290 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചേർക്കാരന് വരുന്നത് 1125 രൂപയാണ്. വെറും 165 രൂപേൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളെ 2 ക്ലാസ്സുകളും കണ്ടാണല്ലോ. അത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കാരണം ഇതിന്റെ തേർഡ് എ സി തന്നെ ഏറ്റവും നല്ലത്. കാരണം തേർഡ് എ സി എടുത്താൽ നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ നമുക്ക് ബെഡ്ഷീറ്റും പില്ലും എല്ലാം കിട്ടുകയും ചെയ്യും. കൂടുതൽ എനിക്ക് തോന്നുന്നു അതന്നെയല്ല മനു കംഫർട്ട്, അതന്നെയാണ് നല്ലത്. കോട്ടയം ബസ് സ്റ്റേഷൻ ഇതാണ്. ബസ് സ്റ്റാൻഡ് നാഗമ്പടം. പല റൂട്ടിലേക്കുള്ള ബസ്സുകളുണ്ട് അവിടെ. ഇനി അടുത്തത് എറണാകുളം. സമയം 12:30 കഴിഞ്ഞു. ഞങ്ങളിതിൽ പറഞ്ഞിട്ടില്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഇത് മീൻകറി ഊണാണേ. നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇതിലിതാ ഒരു അച്ചാറുണ്ട്, ഒരു തോരനുണ്ട്, പയറാണിത്, മത്തി 1-2 മത്തി ഫ്രൈ ഉണ്ട്, അച്ചാറ് പറഞ്ഞു. പിന്നെ കറികളിലേക്ക് വരുവാണെങ്കിൽ മീൻകറി ഉണ്ട്, ഇത് മോരാണ്, മോര് കിട്ടുന്നില്ല, ഇത് മോര്. പിന്നെ ഇത് സാമ്പാറാവാനായിരിക്കും ചാൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നത്. പിന്നെ ഒരു ടേബിൾ ഉള്ളത് കൊണ്ടുണ്ടല്ലോ കഴിക്കാൻ പിന്നെ നല്ല സുഖമാണല്ലോ. അതെ 2 വാങ്ങിയിട്ടുണ്ട്. അപ്പം എറണാകുളത്ത് എത്തുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. കാരണം എറണാകുളത്ത് നിന്നാണ് ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർ മൊത്തം വരുന്നത്. ഈ ട്രാക്കില്ലേ, ഇത് നേരെ എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്നതാണ്. നമ്മൾ നേരെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് പോവുക. ഇങ്ങനെ വളഞ്ഞാണുള്ളത് ആ ഒരു ട്രാക്ക്. സമയം 1:15. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിൻ ഫുള്ളാവുക ഇനി ഇവിടെ നിന്നാണ്. എല്ലാം ലോങ് തന്നെയാണ്, മുംബൈ കോട്ട തന്നെയാണ്. ഇവിടുന്ന് മുതൽ അങ്ങോട്ട് ഇനി എറണാകുളം, തൃശ്ശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കും.
ഞങ്ങൾ വീടിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, സാധാരണക്കാർക്ക്, അതായത് പാവപ്പെട്ടന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടി അത് ഗരീബ് രഥ്. ശരിക്കും പറഞ്ഞാൽ പോകുന്നത് സാധാരണക്കാരൊന്നും അല്ല, എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറുന്നുണ്ട്. കാരണം ഇതിൽ സാധാരണക്കാരൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അപ്പം ഇതിൽ സാധാരണ മറ്റ് ട്രെയിനെ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് കുറവാണ്. ഇപ്പം കൊച്ചുവേളിയിൽ നിന്ന് കണ്ണൂർ വരെ നമുക്ക് തേർഡ് AC 600 രൂപ മാത്രമാണ് ഇതിൽ വരുന്ന ടിക്കറ്റ് ചാർജ് വരുന്നത്. മറ്റ് ട്രെയിൻ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഒരു എക്സ്പ്രസ് ട്രെയിൻ എടുക്കുകയാണെങ്കിൽ കൊച്ചുവേളിയിൽ നിന്ന് കണ്ണൂർ വരെ 790 രൂപയാണ് വരുന്നത്. നിങ്ങൾ ആ ഡിഫറൻസ് നോക്കും, 190 രൂപ കൂടുതൽ. അപ്പോൾ നേരെ ഇത് സൂപ്പർ ഫാസ്റ്റ് ആണ് ഗരീബ് രഥ്. ഇനി നമുക്ക് സൂപ്പർ ഫാസ്റ്റിന്റെ ഇതിലേക്ക് വരുവാണെങ്കിൽ കൊച്ചുവേളിയിൽ നിന്ന് LTT പോകുന്നുണ്ട് ഒരു സൂപ്പർ ഫാസ്റ്റ്. അതിന്റെ ടിക്കറ്റ് റേറ്റ് വരുവാണെങ്കിൽ 835 രൂപയാണ് കൊച്ചുവേളി ടു കണ്ണൂർ വരെ വരുന്നത്. അപ്പം പൈസ കുറവ് തന്നെയാണ്. പക്ഷെ ഒന്നും അതുകൊണ്ട് ഈ പറഞ്ഞ ദാരിദ്ര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ലാലു പ്രസാദ് യാദവ് കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും നല്ല മനുവും അതൊന്നുമല്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ ട്രെയിനിൽ യാത്ര ചെയ്യും. കാരണം അതും ഇതും എല്ലാം ഒന്ന് തന്നെയല്ലേ. നേരത്തെ ആൾക്കാർ ബുക്ക് ചെയ്ത് പോയി, അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ഗരീബ് രഥം പേര് മാത്രമേ ശരിക്കും പറഞ്ഞു. പിന്നെ ഈ ഒരു സ്റ്റോപ്പുകൾ കുറവായില്ല. അതായത് ഈ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അധികം സ്റ്റോപ്പൊന്നുമില്ല. അപ്പം പെട്ടെന്ന് എത്താലോ. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് മുഴുവൻ ഇൻഡിഗോ ഫ്ലൈറ്റ്സ് ആണല്ലോ. ഇതാണ് റൺവേ, മെയിൻ റൺവേ. ഇത് മുഴുവനും സോളാർ പാനലുകളാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 2:28. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം. തൃശ്ശൂരൊക്കെ നമ്മുടെ ട്രെയിന് വെറും 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ഷൊർണൂർ. അത്ര നല്ല തിരക്കായിട്ട് നമ്മുടെ ട്രെയിൻ അത്യാവശ്യം വണ്ടിയിൽ നിന്ന് എടുത്ത് വീണ്ടും നിർത്തി. പുത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത്. KSR ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി. ഭാരതപ്പുഴ നല്ലൊരു വ്യൂ തന്നെ. താഴെ നിന്ന് പുകയൊക്കെ പോകുന്നുണ്ട്. ഇതാ ഇന്റർസിറ്റി പോയി. ഷൊർണൂർ എത്താനായി 2 കിലോമീറ്റർ. കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 3:10. ഇത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത് ലോറിയൊക്കെ ഇത് ഇവിടെ. ഷൊർണൂർ ജംഗ്ഷൻ. ഇവിടെ നമ്മുടെ ട്രെയിന് 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാരൊക്കെ കയറാണ്ട്. പിന്നെ എന്താ വെയിലെന്നറിയാം. ഇവിടുന്ന് നിന്ന് പൊരിയേന്ന്. ഈ സമയത്തെ ചൂടൊക്കെ നിങ്ങളോട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അതാ കത്തി ജ്വലിക്കിയത് ഇവിടുന്ന്. AC മാത്രം ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ. മെയിനായിട്ട് ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ, അല്ലാതെ നോർമലൊക്കെ പോകുമ്പം ആ സ്ലീപ്പറും സെക്കൻഡ് സീറ്റിംഗ് ഒക്കെ ഓക്കെയാണ്. ഞങ്ങൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ഗരീബ് രഥ് എക്സ്പ്രസ് ഇല്ലേ, ഇതിൽ മുഴുവനും മലയാളികളായാലും അതുപോലെ ഈ ഒരു ട്രെയിനിലത്തെ അറ്റൻഡേഴ്സ് ആയാലും ഇതിലത്തെ
മറ്റേത് എന്താ പറയാ ജോലിക്കാരായാലും എല്ലാവരും മലയാളികൾ മാത്രമേ ഉള്ളൂ. ക്ലീനിങ് സ്റ്റാഫുകാരെല്ലാം മലയാളികളാണ്. അതൊക്കെ നമ്മുടെ മലയാളി ചേട്ടന്മാരാണ്. അതെ, ഈ ചേട്ടൻ തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് എവിടെ ചേട്ടാ? ആറ്റിങ്ങലാണ്. അപ്പോൾ അവിടെ മുതൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിലത്തെ പാൻട്രി ഇല്ല, ഇതിലത്തെ നമ്മുടെ ഓൺ ബോർഡ് കാറ്ററിംഗ് ഉണ്ടല്ലോ, എല്ലാ മലയാളികളാണ്. മലയാളികളില്ല ഒരു മെയിൻ ഒരു വണ്ടിയാണ് ഗരീബ് രഥ്. സമയം ഇപ്പം 3:58. തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരൂർ ട്രെയിൻ വലിയ ഡിലേ ഒന്നുമില്ല. കടലുണ്ടി കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണേ. കോഴിക്കോട് നമ്മളെ ട്രെയിന് 3 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇനി ഒരു ഗരീബ് രഥ് എക്സ്പ്രസിനെ പറ്റി പറയാം. നമ്മുടെ ഗരീബ് രഥ് ഇന്ത്യയിലെ ആദ്യത്തെ ഗരീബ് രഥ് എന്ന് പറയുന്നത് അമൃത്സറിന് സഹർസയിലേക്ക് പോകുന്ന ഗരീബ് രഥാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് ഓടുന്ന ഗരീബ് രഥ് എന്ന് പറഞ്ഞാൽ MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് അഫ്ര നിസാമുദ്ദീനിലേക്ക് പോകുന്ന ഗരീബ് രഥാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ ഉള്ള യാത്രക്കാർ 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഗരീബ് രഥ് സൂപ്പർ ഫാസ്റ്റിന് യാത്ര ചെയ്യാൻ പാടുള്ളതല്ല. അതായത് പരശുവിനൊക്കെ പോകേണ്ടവര് ഇതിന് കയറിയിട്ട് കണ്ണൂരിൽ നിന്ന് പോയി ഇറങ്ങാൻ പാടുള്ളതല്ല. അതായത് ഇന്ത്യയിലത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലത്തെ ഏറ്റവും വേഗതയേറിയ ഗരീബ് രഥ് എന്ന് പറഞ്ഞാൽ മുംബൈ ബാന്ദ്ര ടെർമിനൽസിൽ നിന്ന് അഫ്ര നിസാമുദ്ദീനിൽ പോകുന്ന ഗരീബ് രഥാണ്. കോഴിക്കോട് നിന്ന് 3 മിനിറ്റത്തെ ഹോൾഡിന് ശേഷം വണ്ടി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:45. ഇത് ഏത് വണ്ടിയാണെന്നറിയോ? പരശുറാം എക്സ്പ്രസ്. ഇവിടെ 3:50 എത്തിയ വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് 5 മണിക്കേ എടുക്കുള്ളൂ. ഇതിലെ യാത്രക്കാരുടെ ദുരിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ട്രെയിന് ഞങ്ങളുണ്ടല്ലോ രാവിലെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കണ്ടതാണ് 6:15. ഇത് അതിനുശേഷം 9:15 നമ്മുടെ വണ്ടി തിരുവനന്തപുരത്ത് വിട്ടത്. എന്നിട്ട് ഇവിടുന്ന് ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്തു. ഇതിൽ കാല് കുത്താൻ ഇടവില്ല. നോക്കി അത്രയും തിരക്കാണ് ഈ വണ്ടിയിൽ. സ്ത്രീകളായാലും എല്ലാവരും മുതിർന്ന ആൾക്കാരായാലും എല്ലാവരും ഡോറിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. അത്രയും തിരക്കാന്ന് അകത്തേക്ക് കയറാനുള്ള സ്ഥലമില്ല. അപ്പോൾ പരശുറാം എക്സ്പ്രസ്സിനെ കോഴിക്കോട് വെച്ച് ഗരീബ് രഥ് എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. പരശുറാം എക്സ്പ്രസ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് 2 ഗരീബ് രഥ് എക്സ്പ്രസ്സുകളാണുള്ളത്. ഒന്ന് നമ്മുടെ കൊച്ചുവേളി ലോക്മാന്യ തിലക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന ഈ ഒരു വണ്ടിയും, മറ്റൊന്ന് കൊച്ചുവേളിയിൽ നിന്ന് ബാംഗ്ലൂരിലെ യശ്വന്ത്പൂരിലേക്കുള്ള ഒരു വണ്ടിയും. ടോട്ടലി 2 ഗരീബ് രഥ് എക്സ്പ്രസ്സുകൾ. ഞങ്ങൾ കോഴിക്കോട് നിന്ന് തന്നെ ഒരു ഹലുവ മേടിച്ചു. ഡ്രൈ ഫ്രൂട്ട്സ് ഹലുവ. അത് കറുത്ത ഹലുവയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കൊണ്ടുപോകണ്ടേ. അപ്പം ഹലുവ വാങ്ങിക്കാം. ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടാ 90 ലോക്ക് തന്നെയാണ്. കണ്ണൂരിലേക്ക് ഇനിയും പോകാനുണ്ട്. ഞാൻ വിചാരിച്ചൊരു 110 കയറുന്നു ഈ റൂട്ടിൽ. സ്ലോ ആയിട്ടാണ് പോകുന്നത്. കൊച്ചുവേളിയിൽ നിന്നും 493 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 5:52 എത്തേണ്ടതാണ്.
ഇപ്പോൾ 5:59 കണ്ണൂർ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. 1 നമ്പർ പ്ലാറ്റ്ഫോമാണിത്. നമ്മൾ വന്ന ഗരീബ് രഥ് എക്സ്പ്രസ് ഇതാ ലോക്മാന്യ തിലക് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. ആ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ പറ്റിയ നല്ല ട്രെയിനാണ് ഇത്. ബൈന്ദൂരിൽ സ്റ്റോപ്പ് ഉണ്ട് ഈ ട്രെയിന്. രാത്രി 10:20 ബൈന്ദൂരിലെത്തും. ലോക്മാന്യ തിലകിൽ നാളെ രാവിലെ 11:45 ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പിനുള്ളത് കാസർഗോഡ്. അത് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരം. അങ്ങനെ പോകും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നല്ല തിരക്കുണ്ട്. കാരണം ബാംഗ്ലൂരിലേക്ക് 2 വണ്ടികളുണ്ടല്ലോ. അതിന് പുറമെ തന്നെ മാവേലി ഉണ്ട്, മലബാറുണ്ട്, അങ്ങനത്തെ കുറേ വണ്ടികളുണ്ട്. അങ്ങനെ കണ്ണൂർ എത്തിയല്ലോ. പിന്നെ നമ്മുടെ ഗരീബ് രഥ് എക്സ്പ്രസ്സിലെ മലയാളി ആയിട്ടുള്ള കുറച്ച് അതിലത്തെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടല്ലോ, അവർക്ക് വരാനുള്ള കുറച്ചൊരു മടിയൊക്കെ ഉണ്ട്. വീഡിയോയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്. നല്ല കമ്പനിയാണ് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഇവിടം വരെ സംസാരിച്ചുകൊണ്ട് തന്നെ ഒന്ന് ഒരുപാട് യാത്ര അനുഭവങ്ങളൊക്കെ പറഞ്ഞ ട്രെയിനിലത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ണൂർ ഇറങ്ങാൻ കാരണം നമ്മുടെ ഇനി അങ്ങോട്ട് ആ ട്രെയിൻ കാസർഗോഡ് സ്റ്റോപ്പുള്ളൂ. ഇനി അടുത്ത പരിപാടി നമ്മൾ കോഴിക്കോട് നിന്ന് വണ്ടി കണ്ടുവരുമല്ലോ, നമ്മുടെ പരശുറാം എക്സ്പ്രസ്. അതിന് നേരെ ഇവിടുന്ന് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് നേരെ നീലേശ്വരം പോവുക. അവിടെ നേരെ നമ്മളെ വീട്ടിൽ പോകുക എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ ഈ പറഞ്ഞ കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും കാസർഗോഡിൻ്റെ ഇടയിലൊന്നും ഗരീബ് രഥിന് വേറെ എവിടെ സ്റ്റോപ്പില്ല. ആ സമയത്ത് നമ്മുടെ കായംകുളത്തിനും കോട്ടയത്തിനിടയിൽ എത്ര സ്റ്റോപ്പുകളാണ് ഉള്ളത്? അങ്ങനെ അത് പിന്നെ ആ ഓരോരോ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർ കയറുന്ന എണ്ണ അനുസരിച്ചാണല്ലോ സ്റ്റോപ്പ് കൊടുക്കുന്നത്. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ഗരീബ് രഥ് എക്സ്പ്രസിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.